A very good morning to everyone. First of all, welcome back to my another video on this chapter. Okay, നമ്മൾ അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻട്രിയിലെ ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം, നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ഡിസ്കസ് ചെയ്തു, ഗ്രാൻഡ് ഫാദറിന്റെയും ബോയിന്റെയും ഒക്കെ. ഇനി നമുക്ക് ലെറ്റർ, ആ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ റൈറ്റിംഗ് അല്ലെ. ലെറ്ററിന്റെ ഏരിയയിൽ നിന്ന് ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസിന് ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻട്രിയിൽ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലൊരു ലെറ്റർ ആണ്. ബോയ് അവന്റെ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി 2 നോക്കിയേ. The boy was very much thrilled by his acquaintance with the squirrel. He writes letter to his friend telling him about his new friend. നോക്കിയേ, ഹെൽപ് ഹിം കംപ്ലീറ്റ് ദ ലെറ്റർ. എന്താ പറയുന്നത്? ഈ ഒരു ബോയ്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മളെ ബോയ് പുതിയ സ്ക്വയറലുമായിട്ട് ഒരു കമ്പനി ആയിട്ടുണ്ട് അല്ലെ. ആടുന്ന് ഒരു പുതിയ സ്ക്വയറലുമായിട്ട് ബോയ് ഭയങ്കര നല്ല കമ്പനി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ആ ഒരു സ്ക്വയറലിനെ പറ്റിയിട്ട് പറയുമ്പോൾ ബോയ്ക്ക് നല്ലൊരു ആ സ്ക്വയറലായിട്ടുള്ള ബന്ധം, ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഒരു നല്ലൊരു റിലേഷൻ ആണ് അല്ലെ. നല്ലൊരു ഫ്രണ്ടിനെയാണ് ബോയ്ക്ക് കിട്ടിയത്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്ക്വയറലിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടിങ് എങ്ങനെയാണ്, അതിനെ കുറിച്ച്, ആ ഒരു സ്ക്വയറലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അതിന്റെ ന്യൂ ഫ്രണ്ട് അല്ലേ, ബോയുടെ ന്യൂ ഫ്രണ്ട് ആണ് സ്ക്വയറല്. അപ്പൊ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ ആർക്ക് ലെറ്റർ എഴുതാനാ പറയുന്നത്? അതായത് ബോയ് അവന്റെ ഫ്രണ്ടിന് ഇതേക്കുറിച്ച് സംസാരിച്ച് ഇതേ പറ്റിയിട്ട് ലെറ്റർ എഴുതുന്നതാണ് ആക്ടിവിറ്റി 2. ക്ലിയർ? ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ഓക്കെ ആണ്. നിങ്ങൾ ആ ഒരു ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ലെറ്റർ നമ്മൾ പറഞ്ഞു, ബോയുടെ ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ ആണ്. ലെറ്ററിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് ലെറ്റർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോർമൽ ലെറ്റർ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലെറ്റർ, അതായത് നമ്മൾ ഓഫീസേഴ്സിനോ പ്രിൻസിപ്പൽസിനോ ഒക്കെ അയക്കുന്ന ലെറ്റർ ആണ് ഫോർമൽ ലെറ്റർ. അതായത് ഫോർമാറ്റ് വെച്ചിട്ട്, ആ പേര് തന്നെ ഉണ്ട് അല്ലെ, ഒരു ഫോർമാറ്റ് ഉണ്ട്. ഡിയർ സാർ, ഹൗ ആർ യു, അങ്ങനെയൊന്നും ആ ഒരു ഫോർമൽ ലെറ്റർ നമ്മൾ ചോദിക്കൂല. അതായത് കുറച്ച് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അയക്കുന്ന ലെറ്റർ ആണ് ഫോർമൽ ലെറ്റർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള, ഒരു ഫോർമാലിറ്റിയും ഇല്ലാണ്ട് ക്ലോസ് ആയിട്ട് നമ്മളെ ഫ്രണ്ട്സിന് അയക്കുന്നത്, റിലേറ്റീവ്സിന് അയക്കുന്നത്, പാരന്റ്സിന് അയക്കുന്ന ലെറ്റർ ആണ് ഇൻഫോർമൽ ലെറ്റർ. അതായത് ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ. ഞാൻ ലെറ്ററിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫോർമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് നിങ്ങളൊന്ന് പോയി കാണാം. ഓക്കെ, അഗൈൻ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, ബോയ് അവന്റെ ഫ്രണ്ടിന് അയക്കുന്ന കത്ത് എന്ത് പറഞ്ഞിട്ട്? അവന്റെ ന്യൂ ഫ്രണ്ടായ സ്ക്വയറലിനെ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പൊ ഇത് ഏത് ലെറ്ററാ? ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ? നമുക്കറിയാം അല്ലെ, ഇൻഫോർമൽ ലെറ്റർ. കാരണം അവന്റെ ഫ്രണ്ടിന് അയക്കുന്നതാണല്ലേ, ഒരു ഫോർമാലിറ്റി വേണ്ട. ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് വരാം. ഓക്കെ, നോക്കിയേ. ഓക്കെ, അഡ്രസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനൊന്നും ഒരു മാറ്റവും വരുത്തണം. നമുക്കറിയാം, ആദ്യം നമ്മൾ അഡ്രസ് കൊടുക്കണം. ഇവിടെ എന്താ കൊടുത്തേ? ഐവി കോട്ടേജ്, ലാൻഡോർ ക്യാൻ, 28 April 1997. ഡിയർ ശ്രാവൺ, നമുക്ക് പേരും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഡിയർ ശ്രാവൺ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അവൻ ഗ്രീറ്റിംഗ്സ് കൊടുക്കുന്നത്. നോക്കിയേ. ഓക്കെ, കൂടുതൽ നമ്മൾ വെറൈറ്റി ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും പേപ്പർ വാല്യൂ ചെയ്യുന്നതൊക്കെ ഒരു ഇംപ്രഷൻ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ, അത് നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് എഴുതുന്ന ഡയലോഗ് ആണ് അല്ലെ. ഈ ലെറ്റർ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ ഈ ഒരു ഫോമാറ്റ് നമുക്ക് അതിനൊരു ചേഞ്ച് വരുത്തിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എന്താണ് ഗ്രീറ്റിംഗ് ചെയ്യാൻ നിങ്ങൾ നോക്കിയേ. ഹൗ ആർ യു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ? ഐ തിങ്ക് യു ആർ ഡൂയിങ് ഫൈൻ. ഞാൻ നീ സുഖമായെന്ന് കരുതുന്നു. ഐ തിങ്ക് യു ആർ ഡൂയിങ് ഫൈൻ, നീ സുഖമായിരിക്കുന്നു ഞാൻ കരുതുന്നു. ദെൻ നമുക്ക് വേറെ എന്ത് ചോദിക്കാം? ഐ ഡു പ്രേ ഫോർ ദ സെയിം, നീ സുഖമായിരിക്കുന്നു കരുതുന്നു, അത് അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കുറച്ചൊരു അയാളോടൊരു ഇഷ്ടമുള്ളത് നമ്മൾ ഫ്രണ്ടിനോട് പറയില്ലേ, ഐ തിങ്ക് യു ആർ ഡൂയിങ് ഫൈൻ, ഐ ഡു പ്രേ ഫോർ ദ സെയിം, ഇതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ സുഖമായിട്ടിരിക്കുന്നു, അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കാര്യല്ലേ, നല്ലൊരു ഗ്രീറ്റിംഗ് അല്ലേ. എന്താ നെക്സ്റ്റ് നോക്കിയേ. ഹിയർ ഐ ആം ഡൂയിങ് ഫൈൻ, ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഹിയർ ഐ ആം ഡൂയിങ് ഫൈൻ. ദെൻ നോക്കിയേ. ഈസ് ദർ എനി ഫ്രഷ് ന്യൂസ്? ഈസ് ദർ എനി ഫ്രഷ് ന്യൂസ്? വേറെ എന്തെങ്കിലും വാർത്തകളുണ്ടോ? എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ അവിടെ? ഈസ് ദർ എനി ഫ്രഷ് ന്യൂസ്? ഓക്കെ, അങ്ങനെ നമുക്ക് ചോദിക്കാം. ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് കുറച്ച് അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ഇല്ല, നമ്മൾ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാതെ അവരെ സുഖവിവരം അന്വേഷിക്കണ്ടേ. ഈസ് ദർ എനി ഫ്രഷ് ന്യൂസ്? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. വാട്ട് അബൌട്ട് യുവർ പാരന്റ്സ്? ചോദിക്കാം അല്ലെ, എന്തുണ്ട് നിന്റെ ഫാമിലി മെമ്പേഴ്സിനെ? വാട്ട് അബൌട്ട് യുവർ ഫാമിലിയുടെ അച്ഛനമ്മകൾക്ക് എന്ത് സുഖല്ലേ, നിന്റെ അച്ഛനും അമ്മക്കൊക്കെ സുഖമല്ലേന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്.
Then നോക്കിയേ, convey my loving greetings, convey my loving greetings. എന്റെ സ്നേഹാന്വേഷണങ്ങള് അവരെ അറിയിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഗ്രീറ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ലെങ്ത്തും ആവും. നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നവർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാവും. നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മളെ ലെറ്റർ. അത് കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രീറ്റിംഗ്സിലേക്ക് ഉൾപ്പെടുത്താം. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആക്കുക. ദെൻ ഇനി ഞാൻ പറയുന്ന പോയിന്റ്സ് ഒക്കെ ബോഡി പാർട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്ററിലെ മാറ്ററിലേക്ക് കടക്കും. അപ്പോൾ ആ ഒരു ബോഡി പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്നാ ചോദിക്കുക ലെറ്ററിലേക്ക് വരുമ്പോൾ, ഹൗ ഇസ് യുവർ വെക്കേഷൻ ദർ? ഹൗ ഇസ് യുവർ വെക്കേഷൻ ദർ? എങ്ങനെയുണ്ട് നിന്റെ വെക്കേഷൻ നമുക്ക് ചോദിക്കാം അല്ലെ. ദെൻ നോക്കിയേ, ഐ ആം എൻജോയിങ് മൈ വെക്കേഷൻ വിത്ത് മൈ ഗ്രാൻഡ് പാരന്റ്സ് അറ്റ് ഡെറ. എന്താണ്, ഞാൻ എന്റെ വെക്കേഷൻ, എനിക്ക് എങ്ങനെയുണ്ട് വെക്കേഷൻ. ഇനി അവന്റെ കാര്യം പറയുന്നു, ഞാൻ എന്റെ വെക്കേഷൻ എന്റെ ആരെ കൂടിയാ, ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടിയാണ് ഉള്ളത്. എവിടെ, ഡെഹറയിൽ അല്ലെ. എന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടിയാണ് ഞാൻ എന്റെ വെക്കേഷൻ എൻജോയ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം, മാറ്ററിലേക്ക് വരുവാണ്. ദർ ഈസ് സോ മച്ച് ടെൽ യു. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നോക്കിയേ, ഹിയർ വി ഹാവ് an old banyan tree at home and I spent a large part of my time on it. എടാ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഒരു ഓൾഡ് ബാനിയൻ ട്രീ ഉണ്ട്, അതിന്റെ കൂടിയാണ്, അതിന്റെ അടുത്താണ് എന്റെ സമയം മുഴുവനും ഞാൻ സ്പെൻഡ് ചെയ്തെന്ന് പറയുന്നു. എന്ന് നോക്കിയേ, here we have an old banyan tree at home and I spend a large part of my time on it. എന്റെ അധിക സമയം ഞാൻ ആ ഒരു ബാനിയൻ ട്രീയിലാണ് സ്പെൻഡ് ചെയ്തത്. നെക്സ്റ്റ് നോക്കിയേ, I have got a new friend on a small gray squirrel. എനിക്ക് എന്ത് കിട്ടിയ, I have got a new friend. ആരാ, a gray small squirrel. And next നോക്കിയേ, in the beginning that sweet baby squirrel didn't trust me. ആദ്യം ഉണ്ടല്ലോ ഇതെന്നാ എന്താണ് വിശ്വസിച്ചത്, ഈ ഒരു ബേബി സ്ക്വയർ തന്നെ വിശ്വസിച്ചിരുന്നില്ല. നമ്മൾ ആദ്യം ആ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ആദ്യം ഒന്നും ആ ബോയുമായിട്ട് ആ ഒരു സ്മാൾ സ്ക്വയറില് അടുത്തിരുന്നില്ല, ആ ഒരു കണക്ഷൻ ഉണ്ടായില്ല, ആദ്യം പേടിയായിരുന്നു അല്ലെ. ബട്ട് when he realized that I am not going to harm him, he became friendlier. പിന്നെ അതിന് മനസ്സിലായി ഞാൻ അതിനൊന്നും ഉപദ്രവിക്കൂല എന്ന് മനസ്സിലായപ്പോ അത് കൂടുതൽ എന്നോട് ഫ്രണ്ട്ഷിപ്പ് കൂടിയടാ. അങ്ങനെ പറയല്ലേ, എടാ ഇങ്ങനെ അത് ആദ്യം അത് എന്നോട് അടുത്തില്ല, എന്നെ വിശ്വസിച്ചില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അത് എന്നോട് എന്തായി, എന്നോട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ തുടങ്ങി. ഇതൊക്കെ നടന്ന സംഭവം നമ്മൾ ലെറ്ററിൽ പറയുമെന്നല്ലേ, ഇത്തിരി വളരെ ചുരുക്കിയിട്ട് പറഞ്ഞാൽ മതി, കാര്യം നമ്മൾ പറയും. നോക്കിയേ, then I started giving me cake and biscuits. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവന് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്സ് കൊടുക്കാൻ തുടങ്ങി. At first he rejected my food. എന്താ പറഞ്ഞ, ആദ്യമൊക്കെ അവൻ എന്തായിരുന്നു, ആദ്യം ആ ഒരു സ്ക്വയറൽ ആ ഒരു ബേബി സ്ക്വയറൽ ഈ ഒരു ബോയ് കൊടുത്ത ഫുഡ് കഴിച്ചിരുന്നോ, ഇല്ല അല്ലെ, അത് റിജക്ട് ചെയ്യേ. At first he rejected my food. When I repeated he grew bolder and finally became a familiar enough to take food from my hands. എന്താണ്, ആദ്യം അവൻ എതിർത്തിരുന്നെങ്കിലും പിന്നെ അവൻ എന്ത് ചെയ്തു, അതൊക്കെ എന്റെ കയ്യിൽ നിന്ന് അവൻ ഭക്ഷിക്കാൻ തുടങ്ങി. അത് കയ്യിൽ നിന്ന് എടുത്ത് കഴിക്കാനുള്ള ആ ഒരു ഫ്രീഡം വരെ അവനുണ്ടായി. അതിന്റെ അർത്ഥം എന്താ, ഞങ്ങൾ തമ്മിൽ അത്രയും കണക്ഷനായി, അത്രയും എന്താണ് ബോണ്ടിങ് വന്നു അല്ലെ, ഞങ്ങൾ അത്രയും സ്നേഹത്തിലായി, അവൻ എന്നോട് അത്രയും ചങ്ങാത്തം ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ശ്രമിക്കുന്നുണ്ട്, അവനിപ്പോ ഒരു പ്രശ്നമില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അല്ലെ. ഇത് നോക്കിയേ, now he really trusts me. I spend a lot of time with him. പിന്നെ ഞാനും അവനും കൂടുതൽ വിശ്വസ്തരായ കൂട്ടുകാരായി. പിന്നെന്താ പറയുന്നേ, ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ എന്റെ ടൈം മൊത്തം ഞാൻ അവന്റെ കൂടെ സ്പെൻഡ് ചെയ്തു. ഞാനും അവനും ഭയങ്കര നല്ലൊരു ബോണ്ടിങ് ആയി, ഭയങ്കര ത്രില്ലായിട്ടാണ് അവൻ പറയുന്നത് അല്ലെ. ഐ എം സോ എലൈറ്റഡ് ടു ഹാവ് സച്ച് എ സ്വീറ്റ് ഫ്രണ്ട്. ഐ എം സോ ഹാപ്പി ടു ഹാവ് സച്ച് എ സ്വീറ്റ് ഫ്രണ്ട്. അതായത് ഇതുപോലൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയാൽ നമുക്ക് ഒരുപാട് സന്തോഷമായിടാ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ആ ഒരു എന്താണ് ഗ്രേറ്റ് സ്ക്വയറുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബോയ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇത് ലാസ്റ്റ് എന്താ പറയാ, എൻഡിങ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ എഴുതാം, കാരണം നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേ, ആ ഗ്രേ സ്ക്വയറുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യങ്ങളാ, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ എൻഡിങ് എഴുതുക. ഹൗ ഡു യു സ്പെൻഡ് യുവർ ടൈം ദർ? നീ നിന്റെ സമയം എങ്ങനെയാണ് ചെലവഴിച്ചത്? ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. ഞാൻ അത് നിന്റെ അടുത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ദെൻ ലാസ്റ്റ് ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. അത് നിന്റെ അടുത്ത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെ. നിന്റെ വെക്കേഷൻ എങ്ങനെയാണ്, നീ ആരെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്, എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദെൻ ലാസ്റ്റ് എന്താണ് എൻഡ് ചെയ്യുക, എന്ത് പറഞ്ഞിട്ട് എൻഡ് ചെയ്യാം, ലവ്ലിംഗ്ലി സിഗ്നേച്ചർ. യുവേഴ്സ് ലവ്ലിംഗ്ലി, സ്നേഹത്തോടെ നിന്റെ എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുക. യുവേഴ്സ് ലവ്ലിംഗ്ലി എന്ന് പറഞ്ഞിട്ട് നമ്മള് സിഗ്നേച്ചർ ഇട്ട് കൺക്ലൂഡ് ചെയ്യുക.
അപ്പോ ഓക്കെ അല്ലേ, ഒരു നല്ലൊരു ലെറ്റർ. ഓക്കെ, ഇത്രയേ ഒരു ലെറ്റർ ഉണ്ട്. കാരണം ചോദിച്ച ചോദ്യത്തിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്താ ചോദിച്ചേ, സ്ക്വയർഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എഴുതാം. ആ എല്ലാ ചാപ്റ്ററിലും എല്ലാ ഇൻസിഡൻസും, ഓരോ ഏരിയയിലും എല്ലാ ഇൻസിഡൻസും നമ്മൾ കവർ ചെയ്തിട്ട് നല്ലൊരു എന്താണ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. പോരാതെ ഗ്രീറ്റിംഗ്സും നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു എൻഡിങ്ങും വൈൻഡ് അപ്പും കൊടുത്തിട്ടുണ്ട്. എല്ലാ ലെറ്ററിന്റെ ഫോമാറ്റും ഉണ്ടാകുക, അതുപോലെ തന്നെ ബോഡി പാരഗ്രാഫും കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പെർട്ടിക്കുലർ ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്തായാലും ഫുൾ മാർക്സ് സ്കോർ ചെയ്യണം. ഒരു 1/2 മാർക്ക് പോലും വിടാതെ ഫുൾ മാർക്സ് സ്കോർ ചെയ്യണം. കാരണം എന്താ, നമ്മൾ ഫോമാറ്റ് എഴുതി, അതുപോലെ തന്നെ ഗ്രീറ്റിംഗ്സിൽ കുറച്ച് അതുപോലെ തന്നെ നമ്മളൊരു നല്ലൊരു ഗ്രീറ്റിംഗ്സ് എഴുതി. ഈ ഗ്രീറ്റിംഗ്സ് നിങ്ങൾ ബൈ ഹാർട്ട് തന്നെ പഠിക്കാം. നിങ്ങൾക്ക് വേറെ ഏതിനെങ്കിലും ഒരു ഇൻഫോർമൽ ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ ബോഡി പാർട്ടും നന്നായിട്ട് പഠിക്കാം, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കാം. ദെൻ ലാസ്റ്റ് കൺക്ലൂഡിങ് യുവേഴ്സ് ലവ്ലിംഗ് അല്ലെങ്കിൽ വിത്ത് ലവ്, സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ലെറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽഡ് നോക്കാൻ ലെറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്ററിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ആ ഫോമാറ്റ് അടക്കമുള്ള എക്സ്പ്ലനേഷൻ ആ ഒരു ഫോമാറ്റ് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.